അയ്യോ ഓടിക്കോ ഓടിക്കോ, കാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നു. കലുവ പറയുന്നത് കേട്ട് മിങ്കുമാൻ അവൻ മഴ ആസ്വദിക്കുകയായിരുന്നു. പേടിച്ചു പറഞ്ഞു, നീ പറയുന്നത് ശരിയാണ്. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ മഴ ആസ്വദിക്കേ. കുറച്ചു നേരം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. കൽവ കാക്ക പറയുന്നത് കേട്ട് മിങ്കുമാൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. കുറച്ചു നേരത്തിനുള്ളിൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളും കാട്ടിലെ സിംഹത്തിന്റെ ഗുഹയുടെ മുമ്പിൽ ഒത്തുകൂടി. സിംഹവും കൂട്ടരും ആന മുത്തശ്ശനോടൊപ്പം അവിടേക്ക് വന്നു. അവരെല്ലാം അവിടെ കണ്ടിട്ട് ഞെട്ടലോടെ ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്തിനാണ് ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നത്? കാട്ടിലെല്ലാം ശരിയായി പോകുന്നില്ലേ? അതെങ്ങനെ മഹാരാജാവേ, കാട്ടിൽ വെള്ളപ്പൊക്കം വരുന്നത് താങ്കൾ അറിഞ്ഞില്ലേ? നിങ്ങളുടെ വിഡ്ഢിത്തം നിർത്തൂ. നേരെ ചൊവ്വേ പറ, എന്താ സംഭവിച്ചതെന്ന്. മിങ്കു സിംഹത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെ കൽവക്കാക്ക ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാണ്. എനിക്ക് തോന്നുന്നത് കൽവക്കാക്ക നിങ്ങളെല്ലാവരും മണ്ടന്മാരാക്കിയെന്നാ. കാരണം നിങ്ങളെല്ലാവരും മണ്ടന്മാരുമാണ്. എടോ, നിങ്ങളോടവൻ കള്ളം പറഞ്ഞതാ, വെറുതെ അവന് ആനന്ദിക്കാൻ. ഇത്രയും പറഞ്ഞ് സിംഹം തന്റെ സൈനികരോട് പറഞ്ഞു, പോകൂ, പോയി ആ കൽവക്കാക്കയെ പിടികൂടിക്കൊണ്ടുവരൂ.